ഷാഫി പറമ്പിലിന്റെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിലിന്റെ അറിവോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു വ്യക്തിഹത്യ നടത്തുന്നത് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള ചിത്രങ്ങൾ അശ്ലീല പ്രചരണാർത്ഥം ഉപയോഗിക്കുന്നു എന്നാണ് പ്രധാനമായും ഈ KK ശൈലജ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടെ ഓൺലൈനുകളുടെ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റേതല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന ഒരു ആരോപണം KK ശൈലജ മുന്നോട്ടേക്ക് വെക്കുന്നു. തൻ്റെ പ്രസംഗങ്ങൾ അടർത്തി മാറ്റി താൻ പറയാത്ത കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്നൊരു കാര്യവും അവർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നു. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട പരാതി, തനിക്കെതിരെ വ്യക്തിഹത്യ നടക്കുന്നു, ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന പരാതി കേരള പോലീസിന് നൽകിയിട്ടും അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ആ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത് എന്നും ഇന്നലെ KK ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള അതേ സമയത്ത് തന്നെ ഷാഫി പറമ്പിൽ മറ്റൊരു ആരോപണവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വടകര എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് കൂടുതൽ സ്വാധീനമുള്ള കേന്ദ്രങ്ങളുണ്ട്. അവിടെ കള്ളവോട്ടിനുള്ള സാധ്യതകളുണ്ട്. ആ കള്ളവോട്ടിനുള്ള സാധ്യതകൾ അടയ്ക്കണമെന്നും അത് തടയണമെന്നും അവിടെ കേന്ദ്ര സേനകളെ വിന്യസിക്കണമെന്നുള്ള ഒരു ആരോപണങ്ങളുമായി ഷാഫി പറമ്പിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഈ രീതിയിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളും പ്രചാരണ തന്ത്രങ്ങളുമായിട്ടാണ് മൂന്ന് മുന്നണികളും ഈ മലബാർ മേഖലയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വലിയ വിജയസാധ്യത മൂന്ന് മുന്നണികളും വെച്ച് പുലർത്തുന്ന ഒരുപാട് മണ്ഡലങ്ങൾ മലബാർ മേഖലയിലുണ്ട്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശക്തമായി മുന്നോട്ടേക്ക് പോകുന്നു. ഇന്നേക്ക് 10-ാം നാൾ കേരളവും വിധിയെഴുതാൻ പോവുകയാണ്. ആ സാഹചര്യത്തിൽ പരമാവധി വോട്ടുകൾ തങ്ങളുടെ കൈവശമാക്കുക, എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ കടുത്ത ഭാഷയിൽ ഉന്നയിക്കുക, അവരെ ഏത് രീതിയിലും നിലംപരിശാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എല്ലാ മുന്നണികളും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.